Hello friends, welcome to my channel. So നമ്മൾ ഇന്നലെ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ നമ്മൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നമ്മൾ ഇന്നലെ അനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിഫ്റ്റിയിൽ നമ്മൾ ഒരു റെസിസ്റ്റൻസ് സോൺ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു 671 തൊട്ട് 692. പക്ഷേ അത് ഇന്ന് രാവിലെ തന്നെ മാർക്കറ്റ് ഓപ്പണിങ്ങിൽ തന്നെ നമുക്ക് ആ റെസിസ്റ്റൻസ് സോണിനെ ബ്രേക്ക് ചെയ്തിട്ടാണ്, ഗ്യാപ്പപ്പിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. സോ അത് കാരണം ആ റെസിസ്റ്റൻസ് സോൺ നമുക്കൊരു ഇൻവാലിഡ് ആണ്. സോ ആ സെയിം റെസിസ്റ്റൻസ് സോണിൽ തന്നെ ഇപ്പോൾ മാർക്കറ്റ് സപ്പോർട്ട് എടുക്കും. സോ നമ്മൾ റെസിസ്റ്റൻസ് സോൺ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് മാർക്കറ്റ് അത് ഒരു സപ്പോർട്ടായിട്ട് മാറ്റിയെടുക്കും. അപ്പോൾ ആ ഒരു സെയിം സപ്പോർട്ട് സോൺ, ആ ഒരു സെയിം റേഞ്ച് തന്നെയാണ് നമുക്ക് സപ്പോർട്ട് എടുത്ത് ഇപ്പോൾ കയറുന്നത്. ഇപ്പോൾ ലാസ്റ്റ് ഒരു 1.5 hours ആയിട്ട് നോക്കുവാണെങ്കിൽ മാർക്കറ്റ് ആ ഒരു എക്സാക്ട്ലി ആ ഒരു റേഞ്ചിൽ തന്നെയാണ് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറുന്നത്. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ എന്ന് നോക്കുവാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി നമുക്ക് ഇന്നലെ പറഞ്ഞിരുന്ന ആ റെസിസ്റ്റൻസ് സോണിനെ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. സോ അവിടെ തന്നെയാണ് നമുക്കൊരു എക്സാക്ട്ലി ഒരു ഫോൾ വന്നേക്കുന്നത്. അതുമാത്രമല്ല ഒരു ട്രെൻഡ് ലൈൻ ഫോർമേഷൻ ഉണ്ട്. അപ്പോൾ ആ ട്രെൻഡ് ലൈനും ഒരു ഇൻട്രാഡേയുടെ സപ്പോർട്ട് സോണും ഉണ്ട്. അത് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് താഴോട്ടുള്ള ഒരു ഫോൾ കാണത്തുള്ളൂ, അല്ലെങ്കിൽ മാർക്കറ്റ് ഒരു ബുള്ളിഷ് മൊമെൻ്റം ആയിരിക്കും.